നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂരിലെ CPMന്റെ സൈബർ ഗുണ്ടകൾക്ക് സർക്കാരിൽ എന്തുമാത്രം സ്വാധീനമുണ്ട്? പറഞ്ഞു വരുന്നത് ആകാശ് തില്ലങ്കേരിയെക്കുറിച്ചാണ്. ഷുഹൈബ് വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയും കണ്ണൂരിലെ CPMന്റെ ഒരു കാലത്തെ സൈബർ ഗുണ്ടയുമായിരുന്ന ആകാശ് തില്ലങ്കേരി വിവാദമായ വാഹനമോടിച്ച കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ്. ആകാശ് തില്ലങ്കേരി നിയമലംഘനം നടത്തി ഓടിച്ച വാഹനം കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായിട്ടും ഈ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ വിവാദ വാഹനം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അത് കണ്ടെത്താൻ പോലീസ് മെനക്കെട്ടുമില്ല. എന്നിട്ടും പ്രതികൾ തന്നെ ആ വാഹനം സ്റ്റേഷനിൽ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇന്നലെ രാത്രിയാണ് രൂപമാറ്റം വരുത്തിയ ജീപ്പ് പനമരം പോലീസ് സ്റ്റേഷനിൽ പ്രതികളിൽ ഒരാൾ എത്തിച്ചത്. ആകാശ് തില്ലങ്കേരിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ഷൈലജാണ് വാഹനം സ്റ്റേഷനിൽ എത്തിച്ചത്. കേസെടുത്തിട്ടും ഇതുവരെയും വാഹനം പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. രൂപമാറ്റം വരുത്തിയ ജീപ്പിൻ്റെ ഭാഗങ്ങൾ ശരിയാക്കിയാണ് വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. കേസെടുത്തതിന് പിന്നാലെ വാഹനം പഴയപടിയാക്കുകയായിരുന്നു. രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം ടയറുകളും പഴയപടിയാക്കിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരിൽ ലൈസൻസ് ഇല്ലെന്ന് റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് RTO, സബ് RTO പരിധികളിൽ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് RTOയുടെ നിർദ്ദേശം. ഇതിനുള്ള നടപടികൾ തുടങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ആകാശ് തില്ലങ്കേരി യാത്ര ചെയ്തത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം തന്നെ വൈറലാവുകയും ചെയ്തു. ആകാശ് തില്ലങ്കേരി സഞ്ചരിച്ച രൂപമാറ്റം വരുത്തിയ വാഹനം വയനാട് മോട്ടോർ വാഹന വകുപ്പ് തിരിച്ചറിഞ്ഞ് നടപടിയെടുത്തു. ഈ വാഹനത്തെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നീക്കവും വയനാട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. വാഹനത്തിന് രൂപമാറ്റം വരുത്തിയത് ഉൾപ്പെടെയുള്ള 9 കുറ്റങ്ങളാണ് MVD ചുമത്തിയിരിക്കുന്നത്. 45,500 രൂപയാണ് പിഴയായിട്ട് ഈ കുറ്റങ്ങൾക്ക് ചുമത്തിയിട്ടുള്ളത്. എല്ലാ കേസുകളും വാഹന ഉടമയായ മലപ്പുറം സ്വദേശി സുലൈമാനെതിരെയാണ്. വാഹനം ഓടിച്ച ആകാശ് തില്ലങ്കേരിക്കെതിരെ കേസൊന്നും ഇതുവരെ എടുത്തിട്ടുമില്ല. ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയെന്ന കേസും ഉടമയ്ക്കെതിരെയാണ്. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് വിവരങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഈ കുറ്റം കൂടി സുലൈമാനെതിരെ ചുമത്തിയിരിക്കുന്നത്. മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമാന്റെ KL 10 BB 3724 എന്ന ജീപ്പാണ് രൂപമാറ്റം വരുത്തി രജിസ്ട്രേഷൻ നമ്പർ പോലും പ്രദർശിപ്പിക്കാതെ ആകാശ് തില്ലങ്കേരി ഓടിച്ചിരുന്നത്. ഈ വാഹനം 2021, 2023 വർഷങ്ങളിലെല്ലാം പലതവണ നിയമലംഘനങ്ങൾക്ക് പിടിയിലായിട്ടുണ്ട്. 2023 25,000 രൂപ പിഴയും ഈ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയിരുന്നു. വയനാട് പനമരം വഴി ഓടിച്ച വാഹനം കണ്ടെത്താൻ CCTVകളടക്കം പരിശോധിച്ചെങ്കിലും ഒടുവിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് വാഹനം തിരിച്ചറിഞ്ഞത്. എന്തായാലും ആകാശ് തില്ലങ്കേരിയുടെ ഈ നിയമലംഘനം വച്ചു പൊറുപ്പിക്കാനാകില്ലെന്ന കടുത്ത നിലപാട് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് എടുത്തത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് ഒത്തുകളിക്കുകയായിരുന്നു എന്നതാണ് പിന്നീട് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇടതു സർക്കാരിൻ്റെ കാലത്ത് ആകാശ് തില്ലങ്കേരിയെപ്പോലെ CPMന് വേണ്ടി സൈബർ യുദ്ധം നടത്തുന്ന ആളുകൾക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ള ഒരു കൊടും ക്രിമിനൽ കണ്ണൂരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് CPMന്റെ നേതാക്കന്മാരുടെ തണലിലാണ് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പോലീസ് സേനയിൽ നിന്നും ഗതാഗത വകുപ്പിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുമൊക്കെ പുറത്തു വരുന്നത്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് മറ്റൊരു വിഷയത്തിൽ ആകാശ് തില്ലങ്കേരി വിവാദ നായകനായത്. അതായത് കണ്ണൂരിലെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് മനു തോമസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ആ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ മനു തോമസിനെതിരെ സാമൂഹ്യ അക്കൗണ്ട് വഴി വധഭീഷണി അടക്കം മുഴക്കിയതാണ് ആകാശ് തില്ലങ്കേരിയും സംഘവും. P. ജയരാജനുമായുള്ള ആകാശ് തില്ലങ്കേരിയുടെയും അർജുൻ ആയങ്കിയുടെയും ബന്ധങ്ങളാണ് മനു തോമസ് തുറന്നു പറഞ്ഞത്. കണ്ണൂരിലെ CPMന്റെ നേതാക്കന്മാർക്ക്
മാല പൊട്ടിക്കൽ സംഘവുമായും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായും അതുപോലെ തന്നെ ഇത്തരം വിവാദ നായകന്മാരുമായും അടുത്ത ബന്ധമുണ്ടെന്നായിരുന്നു മനു തോമസിൻ്റെ വെളിപ്പെടുത്തൽ. പല ഘട്ടങ്ങളിലും സ്വർണ്ണക്കടത്തുകാർക്ക് സംരക്ഷണമൊരുക്കുന്നത് കണ്ണൂരിലെ പി ജയരാജനാണെന്ന് വരെ മനു തോമസ് തുറന്നടിച്ചു. ഇതിന് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ജില്ലാ കമ്മിറ്റി കൂടി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പിന്നാലെ ആരൊക്കെയാണ് പി ജയരാജന് സംരക്ഷണം ഒരുക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് മനു തോമസിനെതിരെ പി ജയരാജൻ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. പി ജയരാജന് വീണ്ടും മനു തോമസ് എണ്ണയിട്ട യന്ത്രം പോലെ മറുപടി നൽകി. അതിന് പിന്നാലെയാണ് മനു തോമസിന് സോഷ്യൽ മീഡിയയിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വധഭീഷണി അടക്കം ഉണ്ടായത്. അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയുമാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് പിന്നിലെന്ന് മനു തോമസ് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ആകാശ് തില്ലങ്കേരിയുടെ വിവാദ യാത്ര ഉണ്ടാകുന്നത്. വിവാദ യാത്രയുടെ ദൃശ്യങ്ങൾ രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ, നമ്പർ പ്ലേറ്റ് ഇല്ലാതെ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഒക്കെ നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വമേധയാ ഗതാഗത വകുപ്പ് കേസെടുത്തത്. ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ നടത്താൻ ഗതാഗത വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും അത് സസ്പെൻഡ് ചെയ്യാനുമുള്ള നീക്കം മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചത്. ആ ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞത്. അതേസമയം സംസ്ഥാനത്തിൻ്റെ മറ്റേതെങ്കിലും RTO ഓഫീസുകളിൽ ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ആരംഭിച്ചു കഴിഞ്ഞു മോട്ടോർ വാഹന വകുപ്പ്. അങ്ങനെയെങ്കിൽ ആ ലൈസൻസ് 10 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇപ്പോഴുള്ള തീരുമാനം. രൂപമാറ്റം വരുത്തിയ ജീപ്പിൻ്റെ ഭാഗങ്ങൾ ശരിയാക്കിയാണ് വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. കേസെടുത്തതിന് പിന്നാലെ വാഹനം പഴയപടിയാക്കുകയായിരുന്നു. രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം ടയറുകളും പഴയപടിയാക്കിയിട്ടുണ്ട്. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരിൽ ലൈസൻസ് ഇല്ലെന്ന് റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് സബ് RTO പരിധികളിൽ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് RTOയുടെ നിർദ്ദേശം. ഇതിനുള്ള നടപടികൾ തുടങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ആകാശ് തില്ലങ്കേരി യാത്ര ചെയ്തത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗം തന്നെ വൈറലാവുകയും ചെയ്തു.